അമ്മേ, അമ്മ എന്താ ഒരു പരിചയമില്ലാത്ത പോലെ എന്നെ ഒഴിവാക്കി പോകുന്നത്? ആ ഇനിയിപ്പോ പരിചയം അടുപ്പൊന്നും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്തെങ്കിലും തെറ്റിയതോ? അയ്യോ, മോന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചേ. നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ മോന്റെ അമ്മയെ കാണാൻ വന്നതായിരുന്നു. അവരുടെ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോ വന്നു തന്നെ അബദ്ധമായി പോയിന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അമ്മ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ മാപ്പി വയ്ക്കാം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ സ്നേഹബന്ധം ഒരിക്കലും അവരായിട്ട് അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. അതിന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ എന്തിനാ സന്ദീപ് ദേവൂട്ടിയുടെ പിന്നാലെ കടിച്ചു തൂങ്ങി നടക്കുന്നേ? അവളെ മറന്നൂടെ? ആ കാര്യം മോനേട്ടനെ ദേവൂട്ടിയോട് പറ. എന്നാലേ അവള് വേറൊരു കല്യാണത്തെ സമ്മതിക്കൂ. ദേ, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാലോ. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഗഗൻ അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് പിന്നാലെ കൂടിയേക്കുവാ. അവളുടെ മനസ്സിൽ നീയായോണ്ടാവും അവള് പിടിതരാതെ നിൽക്കുന്നേ. ഗഗനുമായിട്ടുള്ള കല്യാണം നടന്നാ ഞങ്ങൾക്കും അതൊരു നേട്ടാ.